ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിത്തൂസ് വേൾഡ്. ഇന്ന് നമുക്ക് ഞങ്ങളുടെ അടുക്കളത്തോട്ടം ഒന്ന് കണ്ടാലോ? അതിനു മുമ്പായിട്ട് ഞങ്ങളെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ 2 പേർ ചേർന്നാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഞാനും എൻ്റെ സിസ്റ്ററും, അതായത് എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫ്, 2 പേരും കൂടെ ചേർന്നാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേര് മർഫി, അവളുടെ പേര് ഷംന. അവൾക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്, നമുക്കൊരു ചാനൽ തുടങ്ങിയാലോ എന്ന്. അങ്ങനെ 2 പേർ കൂടെ തുടങ്ങിയതാണ് ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഞങ്ങളുടെ ഈ അടുക്കളത്തോട്ടവും ഞങ്ങൾ 2 പേർ കൂടെ തയ്യാറാക്കിയതാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ കഴിഞ്ഞ തവണത്തെ വിളവുകളാണ്. ഇത് അന്ന് ഞങ്ങൾ 2 പേർ കൂടെ തുടങ്ങിയതായിരുന്നു. അന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉമ്മയും ഉപ്പയും എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നിരുന്നു. നമ്മുടെ വള്ളികൾക്കൊക്കെ പന്തൽ കെട്ടി തന്നിരുന്നതും എല്ലാം ഉപ്പയായിരുന്നു. അതിനെല്ലാം ഉപ്പ സഹായിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങളുടെ കൂടെ ഉപ്പയില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരുപാട് വീട്ടമ്മമാർക്ക് ആഗ്രഹമുണ്ടാകും ഇങ്ങനെ ഒരു പച്ചക്കറിത്തോട്ടം അല്ലെങ്കിൽ അടുക്കളത്തോട്ടം തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്താൽ റെഡിയായില്ലെങ്കിലോ, കിട്ടിയില്ലെങ്കിലോ, വിളവ് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എല്ലാം നാശമായി പോയാലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഒട്ടുമിക്ക പേരും ചെയ്യാതിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വിളവുകൾ ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ചെറുതായിട്ടുള്ള ചെറിയ പരിപാലനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിളവുകൾ നമുക്ക് ലഭിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഒരുപാട് വെള്ളരി, ചുരക്ക ഇതെല്ലാം ലഭിച്ചിരുന്നു. 80-ലധികം വെള്ളരി ഒക്കെ ഞങ്ങൾ റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വിഷമയമില്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇവിടുത്തെ കൃഷിക്കാഴ്ചകളിലേക്കൊന്ന് പോയാലോ? മണ്ണെല്ലാം ഒരുക്കി ബാഗിലെല്ലാം നിറച്ചിട്ടുണ്ട്. വിത്ത് മുളപ്പിക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ച ശേഷം അത് നനഞ്ഞ തുണിയിലിട്ടിട്ട് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വിത്ത് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇതായി കാണുന്നത് വിത്ത് മുളപ്പിച്ച് 1 മാസത്തിന് അകമുള്ള കാഴ്ചകളാണ്. ഇത് പടവലത്തിൻ്റെ വള്ളിയാണ്. പയറൊക്കെ ഉഷാറായി വരുന്നുണ്ട്. ചീര ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, എല്ലാം നടുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരുന്നു ചീര നട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതൊന്ന് പൊട്ടിക്കട്ടെ. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അവരിത് തലയിലൊക്കെ വെച്ച് നടക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ് അവർ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായെന്ന് കണ്ടപ്പോൾ ആ ഒരു സന്തോഷമില്ലേ, അതിലാണ് അവർ. അപ്പോൾ ഇതാ ഒത്തിരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള ഇലകളൊക്കെയാണ് ഇതിന്. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. മുളകൊക്കെ ഇതാ റെഡിയായി വരുന്നുണ്ട്. മുളക് ചെടിയിൽ ഇതാ മുളകൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിപ്പിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിനൊക്കെ കൊണ്ടുവരില്ലേ മുളക്, അത് വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് തൈകൾ. ആ മുളകിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ വലിച്ചെറിയുമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള അത് തൈ മുളച്ചപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് കൃഷിയിടത്തിലൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് പരിചരിച്ചപ്പോൾ ഉഷാറായി വന്നതാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല വിത്ത്. ഇപ്പോൾ ഇതാ തക്കാളി തൈകളാണെങ്കിൽ തക്കാളി തൈകളൊക്കെ ഉഷാറായി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ്, തക്കാളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ വേസ്റ്റ് എങ്ങനെയായാലും വരുമല്ലോ, ആ വേസ്റ്റ് വലിച്ചെറിഞ്ഞെടുത്തുണ്ടായ തൈകളാണ്. ഒത്തിരി തൈകളുണ്ട്. അതിൽ നിന്ന് ഇതാ ഇപ്പോൾ ഒന്ന് കായ്ച്ച് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ബാക്കിയെല്ലാം പൂവിടുന്നുണ്ട്. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. നമ്മൾ കുറേ കാശ് കൊടുത്ത് വിത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്ന പൂവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി തൈകളാണ് ഇതായി കാണുന്നതെല്ലാം. ബാക്കി തൈ അതെല്ലാം പൂവിട്ട് വരുന്നുണ്ട്. ചുരക്കയുടെ വള്ളികളാണ് ഈ കാണുന്നത്. നമുക്ക് 2 തൈകളാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു തൈ നമ്മൾ മുകളിലോട്ടും ഒരു തൈ താഴോട്ടും വളർത്തിയിട്ടുണ്ട്. എനിക്ക് മുകളിലേക്ക് വളർത്താനും ഉമ്മക്ക് താഴോട്ട് വളർത്താനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. എനിക്കിങ്ങനെ മുകളിൽ പന്തൽ, നമ്മൾ ഈ വള്ളിയൊക്കെ പന്തലിലൊക്കെ പടർത്തിയിട്ട് ചുരക്ക ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മുകളിലോട്ടും കൊടുത്തിട്ടുണ്ട്, ഒന്ന് താഴോട്ടും പടർത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരക്ക ഇത് ആൺപൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ പയർ ചെടിയുടെ അവസ്ഥ ഇതാണ്. വെള്ളിയൊക്കെ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്, പൂവെല്ലാം ഇട്ട്. ഏതാ ഒത്തിരി പൂവുണ്ട് ഇതിൽ. താഴെ ഇതിൻ്റെ ഇലയ്ക്കുള്ളിലായിട്ടാണ് കൂടുതലായി കാണുന്നത്. ആദ്യത്തെ പയർ ഇത് മൂപ്പൊക്കെ ആയിട്ടുണ്ട്. ഇത് ഈ സൈഡിലുള്ള പയർ ചെടിയിലും പയറായിട്ടുണ്ട്. വള്ളിയെല്ലാം മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മീറ്റർ പയറൊന്നുമല്ല, ഒരു സാധാ ടൈപ്പിലുള്ള ഒരു പയറാണ്. അന്ന് നമ്മൾ പൊട്ടിച്ച ചീരത്തൈകളാണിത്. ഇപ്പോൾ ഇത് വീണ്ടും ഉഷാറായി വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ചീര പാവാറുള്ളത്. ഇങ്ങനെ പാവുകയാണെങ്കിൽ നമുക്ക് ഒരു തവണ വിളവെടുത്താൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തൈകൾ വീണ്ടും പെട്ടെന്ന് നമുക്ക് വലുതായി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനായി കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മുടെ മത്തൻ്റെ വള്ളിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെ പടർന്ന് ഉഷാറായി വരുന്നുണ്ട്. നല്ല വള്ളിയായിട്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വത്തക്കയില്ലേ, അതായത് തണ്ണിമത്തൻ, അത് അതിൻ്റെ കുരു വലിച്ചെറിഞ്ഞെടുത്തുണ്ടായതാണ്. അപ്പോൾ അതൊന്ന് കൊടുന്ന് നോക്കിയപ്പോൾ ഉഷാറായി വരുന്നുണ്ട്, പടർന്ന് ഉഷാറായി വരുന്നുണ്ട്. കായ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കാലാവസ്ഥയിൽ എങ്ങനെയാണോ എന്തോ അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് കായ്ക്കുമോ എന്ന് നോക്കാം. വീണ്ടും ഒരു ആഴ്ച കൂടെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇപ്പോൾ നല്ല ഉഷാറായി വരുന്നുണ്ട് നമ്മുടെ ചീരത്തൈകളെല്ലാം. ഇത് നമ്മുടെ പയർ ചെടിയാണ്. പയർ ചെടിയെല്ലാം വള്ളിയായി പടർന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പടരാനായിട്ട് പന്തലൊക്കെ ഒരുക്കി തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ പുറത്ത് പോകാൻ കഴിയാതായപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ അവർ ചെയ്തു തന്നതാണ്. ഉമ്മ കൂടെ ഉണ്ടായിരുന്നു ഹെൽപ്പിനായിട്ട്. അപ്പോൾ അപ്പോൾ മുളക് തൈയൊക്കെ വീണ്ടും ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുളകാണെങ്കിലും തക്കാളി ചെടികളെല്ലാം ഉഷാറായി വരുന്നുണ്ട്. എനിക്കിതുവരെ മുളക് പൊട്ടിക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഒന്ന് കൂടുതൽ ചുവപ്പ് കളർ കാണാൻ വേണ്ടിയിട്ടാണ്. പടവലത്തിൻ്റെ വള്ളിയാണെങ്കിലും ആൺപൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 2 തരം പന്തലും ഇതിന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ളതും ചൂടി വെച്ചിട്ടുള്ളതും. ചൂടിയാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. നമുക്ക് കയറ് വാങ്ങിക്കാനൊന്നും സൗകര്യമില്ലാതായപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്. ഇത് നമ്മുടെ വെള്ളരി തൈകളാണ്. വെള്ളരി ഇതൊക്കെ പടർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ കാണാനായിട്ട്. എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെ വിത്തിട്ട അന്ന് തുടങ്ങും ഇതിങ്ങനെ നോക്കാൻ. മുളച്ച് വന്നോ, പൊങ്ങി വന്നോ, പിന്നെ പൂവിട്ടോ എത്ര വലുപ്പമായി, അതിങ്ങനെ നോക്കുന്നത് നല്ല രസമാണല്ലോ. അത് നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷമേകുന്നൊരു കാര്യമാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ പൂവൊക്കെ കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ നല്ലൊരു വിളവ് കിട്ടട്ടെ എന്ന് ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. കപ്പ കൃഷി കൂടെ ഉണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, അങ്ങനെ ഞങ്ങളല്ലേ കൊത്തി തയ്യാറാക്കിയത്. ചെറിയ തറകളെ ആയിട്ടുള്ളൂ. വിളവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഒരു 6 തറയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം, നമുക്ക് പരിചരിക്കാം. വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. മത്തനെല്ലാം പൂവിട്ട് വരുന്നുണ്ട്. ആൺപൂവാണ്. പെൺപൂവ് ഇടുന്നുണ്ട്.
ഒക്കെ പടർന്ന് പന്തലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് പടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ചെറിയ ഒരു പടവലുണ്ടായിട്ടുണ്ട്. ഇത് അടുത്ത ആളാണ്, രണ്ടാമത്തെ ആൾ. ഇത് 3 എണ്ണം. അപ്പോൾ 3 എണ്ണം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ നീളം വെക്കാനായിട്ട് ഇങ്ങനെ ചുരുണ്ട് പോവാതിരിക്കാനായിട്ട് ചെറിയൊരു കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ഇതിൽ തൈയിൽ ചെടിയിൽ വീണ്ടും മുളകൊക്കെ കായ്ക്കുന്നുണ്ട്. പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. അടുത്തുള്ള മുളക് ചെടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കുമ്പളത്തിൻ്റെ വള്ളിയാണ്. കുമ്പളം ഇങ്ങനെ നമ്മൾ മുകളിലൂടെ തന്നെ പടർത്തിൽ ഇപ്പോൾ താഴെക്കൂടെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പപ്പായ, കുറച്ച് പപ്പായ തൈകളുണ്ടായിരുന്നു. ഇതാ നമ്മുടെ തണ്ണിമത്തൻ്റെ വള്ളിയാണ് ഈ പോകുന്നത്. ഇതിപ്പോൾ പച്ചച്ചീര പാവിയതാണ്. അധികം ദിവസമായിട്ടില്ല, ഒരാഴ്ചയായിട്ടുള്ളൂ പാവിയിട്ട്. ഉഷാറായി വരുന്നേ ഉള്ളൂ. കുറച്ച് തണ്ണിമത്തൻ്റെ വിത്ത് കൂടെ ഉണ്ട്. വിത്തെല്ലാം നമ്മൾ കഴിച്ചത് കൊണ്ടുവിട്ടതാണ്. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ വെള്ളരി വള്ളി. വെള്ളരിയിലൊക്കെ കായൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ വലിയ കായ്കളല്ല, ഇത് ചെറിയ ചെറിയ വെള്ളരികളാണ്. ചെറിയ കായ്കൾ പല ടൈപ്പില്ലേ, ഇത് വേറെ ടൈപ്പാണ്. നമ്മൾ എപ്പോഴും കാണുന്നത് ഈ ടൈപ്പാണല്ലോ. ഇത് ഉഷാറായി വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിതുവരെ 3 തവണ പയർ പൊട്ടിച്ചു. ഒരു 6 തവണയെങ്കിലും ചീരയും പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് വിളവ് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അടുക്കളത്തോട്ടം ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നും വേണ്ട, ഒന്നിലെ ചീരത്തൈകളെങ്കിലും ഒന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ചീരത്തൈക്ക് കൂടുതലായിട്ട് ഒരു പരിചരണവും വേണ്ട. നമുക്ക് വേഗം വിളവെടുക്കാനെല്ലാം അധികം കീടങ്ങളൊന്നും ആക്രമിക്കാത്തൊരു വിളയാണ് ചീര. അപ്പോൾ അത് തയ്യാറാക്കാം. എല്ലാം തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ അതെല്ലാം ചെയ്യാം. കാരണം നമുക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികൾ നമുക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ കഴിയും. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെയൊന്നും ആശ്രയിക്കാതെ നമുക്ക് തന്നെ ഓരോ വീട്ടിലും സൗകര്യമുള്ളവരുടെ കാര്യമാണ് ഓരോ വീട്ടിലും ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു കാര്യമായി. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല വിളവുകൾ ലഭിക്കട്ടെ. ഞങ്ങൾക്കും ഇത്തവണ നല്ലൊരു വിളവ് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.